ദേവനന്ദനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ആ, എൻ്റെ അടുത്ത് നമ്പറുണ്ട്. പുറപ്പെട്ടിരുന്നോ അതോ? ആ, ഞാൻ തൊട്ടടുത്തെത്തി. ഒരു 2-3 മിനിറ്റിൽ അവിടെ എത്തും. ഓ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അടുത്തെത്തിയെന്നാ തിരുമേനി പറയുന്നത്. എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കൂ. ഹലോ, ദേവനന്ദനാണ്. ഇല്ല, ഞങ്ങളായിട്ട് തീരുമാനിച്ചൊന്നുമല്ല. ശ്യാമ ഇങ്ങോട്ട് വിളിച്ച് പറയായിരുന്നു. ശ്യാമ പാടിത്തുടങ്ങിയത് ഈ നടയിൽ നിന്നല്ലേ? ഭഗവാന് വേണ്ടി പാടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരികയാണെങ്കിൽ വൈകണ്ട. ശ്യാമ ഇപ്പൊ എത്തും. ശ്യാമ വരാറായി. എല്ലാരും വന്നേ, വരൂ. ആ, ശ്യാമ വന്നല്ലോ. അല്ല, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. ഞാൻ എന്റെ കുടുംബത്തിലേക്കല്ലേ വരുന്നത്. ഇവിടെ എനിക്ക് അത്ര വലിയ പ്രത്യേകതകളൊന്നും വേണ്ട. തിരുമേനി, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം നേരെ പോകുന്നു. ശ്യാമേ, ആ, രുക്മിണി വല്യമ്മേ. അപ്പം നീ എന്നെ മറന്നിട്ടില്ലല്ലേ? അതെങ്ങനെ മറക്കുന്നേ? പണ്ട് അമ്പലത്തിലേക്ക് വരുന്ന വഴി ഞാവൽപ്പഴം പെറുക്കിയിരുന്നത് ആ പറമ്പിൽ നിന്നല്ലേ? എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്നാ പിന്നെ നമുക്കങ്ങ് നടയിലേക്ക് നീങ്ങിയാലോ? ആയിക്കോട്ടെ തിരുമേനി. പ്രസിഡന്റ്, ഞാൻ കുറച്ച് പണം അയച്ചിരുന്നു. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയല്ലോ അല്ലേ? കിട്ടി. സത്യം പറഞ്ഞ കമ്മിറ്റി അംഗങ്ങളെല്ലാം മാ വിളിച്ചു പോയി. അത്രയും വലിയ തുകയല്ലേ? ക്ഷേത്ര പുനരുദ്ധാരണം വരാൻ പോവല്ലേ, അതിലേക്കാ. പിന്നെ ഭക്തർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് ഒരു മണ്ഡപമാകാം അല്ലേ തിരുമേനി? ആയിക്കോട്ടെ. ക്ഷേത്ര പുനരുദ്ധാരണവും കഴിഞ്ഞ് ശ്യാമയുടെ ഒരു കച്ചേരിയിലൂടെ നമുക്കെല്ലാം തിരിച്ചു തുടങ്ങാം. ആയിക്കോട്ടെ. ഭഗവാനെ, ഇന്നത്തെ എൻ്റെ വരവിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഈ നടയിൽ അങ്ങയിൽ വിലയം പ്രാപിക്കാൻ. എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണേ.